80 റൺസിൽ 7 വിക്കറ്റ് പഞ്ചാബിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പഞ്ചാബ് ജയിക്കുമെന്ന് കരുതിയതല്ല. എന്നാൽ കളി അവസാന ഓവറിലേക്ക് നീണ്ടത് പഞ്ചാബിലെ സൂപ്പർ താരമായ അശുതോഷ് ശർമ്മയുടെ ബാറ്റിംഗ് കൊണ്ടാണ്. കളി പഞ്ചാബ് തോറ്റെങ്കിലും ഹീറോ അശുതോഷ് ശർമ്മ തന്നെയാണ്. ഇന്ന് കളി തോറ്റ ശേഷം അശുതോഷ് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 28 ബോളിൽ നിന്ന് 61 റൺസാണ് അശുതോഷ് ശർമ്മ അടിച്ചുകൂട്ടിയത്. പഞ്ചാബ് വിജയത്തിൻ്റെ വക്കുവരെത്തിയത് ഈ താരം കൊണ്ടാണ്. ഇതുപോലത്തെ ഒരു ബാറ്റിംഗ് ഇപ്പോൾ അടുത്തൊന്നും ആരും തന്നെ കണ്ടിട്ടില്ല. ഇന്ന് കളി തോറ്റ ശേഷം അശുതോഷ് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ കളി ജയിക്കുമെന്ന് കരുതിയതായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിക്കാൻ പ്രാപ്തിയുണ്ട്. പക്ഷേ അവസാന നിമിഷം എൻ്റെ വിക്കറ്റ് തുലച്ചു കളഞ്ഞു. ഞാനൊരു അബദ്ധം കാട്ടിയതാണ്. എനിക്കതിൽ വിഷമമുണ്ട്. എൻ്റെ വിക്കറ്റ് നേടാൻ രോഹിത് ശർമ്മ കറക്റ്റായിട്ട് ആ ബൗളറെ കൊണ്ടുവന്നു. ഇത് അവരുടെ പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ അതിൽ വീഴാൻ പാടില്ലായിരുന്നു. എനിക്ക് അബദ്ധം പറ്റി. ശരിക്കും ഞാനുണ്ടായിരുന്നുവെങ്കിൽ കളി ഞങ്ങൾ ജയിച്ചേനെ. അത്രയ്ക്കും കുറച്ച് റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ പക്കൽ ഒരുപാട് ബോൾസ് ഉണ്ടായിരുന്നു. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് അശുതോഷ് ശർമ്മ വ്യക്തമാക്കി. താരം ഇന്ന് ജയിപ്പിച്ചുവെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ബട്ട്ലർ കളി ജയിപ്പിച്ചതുപോലെ ആയേനെ. പക്ഷേ അശുതോഷിനെ അതിന് സാധിച്ചില്ല. എങ്കിലും താരത്തിൻ്റെ ബാറ്റിംഗ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മുംബൈ ടീം ശരിക്കും പേടിച്ചു. കളി തോറ്റെന്ന് എല്ലാവരും കരുതി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് മുംബൈ നേടിയത്. ആ ഒരു വിക്കറ്റ് വലിയ ആഘോഷത്തോടു കൂടിയാണ് മുംബൈ ആഘോഷിച്ചത്. കാരണം അദ്ദേഹം ക്രീസിലുണ്ടെങ്കിൽ ഒരിക്കലും മുംബൈ കളി ജയിക്കില്ല. അത്രയ്ക്കും കുറച്ച് റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോഴാണ് ആ വിക്കറ്റ് നേടിയത്. മുംബൈ ടീം തോൽവിയുടെ വക്കിൽ നിന്നാണ് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മുംബൈക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.